സിനുവന്ദനം. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. 30 മീറ്ററിലധികം ഉയരമുള്ള അണക്കെട്ടുകളിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളത് മുല്ലപ്പെരിയാറിനാണ്. ഇത് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിലാണ് ഈ അണക്കെട്ട്. 116 വർഷം മുമ്പാണ് ഇത് പണിതത്. അന്ന് സിമെന്റിന്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ അത്രയൊന്നും കടന്നു വന്നിട്ടില്ലായിരുന്നു. ചുണ്ണാമ്പും സുർക്കരിയും കരിങ്കല്ലും കൊണ്ട് അണക്കെട്ടുണ്ടാക്കുകയായിരുന്നു. ഉണ്ടാക്കിയ കാലം മുതലേ നേരിയ ചർച്ചയുണ്ടായിരുന്നു. രൂപകൽപ്പന ചെയ്തപ്പോൾ ഭൂകമ്പ സാധ്യതയെ കുറിച്ച് ഒന്നും ആലോചിച്ചിരുന്നുമില്ല. അപ്പോൾ അതിനുള്ള പ്രതിവിധികളും ഉണ്ടാവില്ലല്ലോ. 32 വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അറ്റകുറ്റപ്പണികൾ വേണമെന്ന നിർദ്ദേശം ഉണ്ടാവുകയും മറ്റൊരു അണക്കെട്ട് കൂടിയേ തീരൂ എന്ന് തീരുമാനിക്കുകയും അതിന് സ്ഥലം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അണക്കെട്ട് തകരുകയാണെങ്കിൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാവുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. നമ്മുടെ 3 ജില്ലകളിലായി ലക്ഷക്കണക്കിന് ജനങ്ങളെയും നിരവധി ആവാസ കേന്ദ്രങ്ങളെയും കൃഷിയെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് നമ്മൾ. ജലത്തെക്കാളുപരി ജീവനാണ് സുരക്ഷ വേണ്ടതെന്ന തീരുമാനത്തിലാണ് കേരളം. അതുകൊണ്ട് പുതിയ അണക്കെട്ട് വന്നാലും വെള്ളം തമിഴ്നാടിന് കൊടുക്കാമെന്ന് ഉറപ്പു പറയുന്നു. തർക്കം വൈകാരിക തലത്തിലുമെത്തി. ക്ഷോഭ പ്രകടനങ്ങളും പരിഭ്രാന്തി ഉണ്ടാക്കലുമല്ല തർക്കപരിഹാരം അസാധ്യമാക്കുകയുള്ളൂ. ഒരു മഹാദുരന്തത്തിലേക്ക് നീങ്ങാതെ ജീവന് വില കൽപ്പിച്ച് ഒരു പുതിയ അണക്കെട്ട് പണിതുയർത്തുക തന്നെ വേണം. ഒപ്പം ആശങ്കകൾ അസ്തണ്ടാക്കി നമ്മൾ നാട്ടിലേക്ക് വെള്ളമൊഴുകുകയും ചെയ്യട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.